അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൽയുസല്ലി റകഅത്തിൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കച്ചവടം തുടങ്ങാൻ ആലോചിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? പോയിട്ട് കട നോക്കാനല്ല പറഞ്ഞത്, ബിൽഡിംഗ് കെട്ടാനല്ല പറഞ്ഞത്, പണം കൂട്ടാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പാർട്ണർമാരെ വിളിക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? എടാ, വീട് വെക്കാൻ സ്ഥലം നോക്കി, നിന്റെ കയ്യിൽ പൈസയുണ്ട്, വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോ ആദ്യം വരയ്ക്കേണ്ടത് പ്ലാനല്ല, നല്ല എഞ്ചിനീയറെയല്ല പോയി നോക്കേണ്ടത്, അല്ലെങ്കിൽ പടച്ചവനെ കുറ്റികടിക്കാനുള്ള ദിവസമല്ല നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ മറ്റുള്ള വഴികളല്ല നേടേണ്ടത്. റസൂലുള്ളാഹി പറയുകയാ, അവിടെന്ന് പറഞ്ഞു, ഫൽയുസല്ലി റകഅത്തിൻ മിൻ ദൂനിൽ ഫരീള, 2 റകഅത്ത് നമസ്കരിക്കണേ. റസൂലുള്ളാഹിയാണ് പറയുന്നത്, മോനെ 2 റകഅത്ത് നമസ്കരിക്കണമെടാ. വീട് വെക്കുന്നതിന് മുമ്പ്, വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ്, എഞ്ചിനീയറെ കാണാൻ പോകുന്നതിന് മുമ്പ്, വണ്ടി എടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ 2 റകഅത്ത് നമസ്കരിക്കണേ. സലാം വീട്ടിയതിന് ശേഷം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണം, അല്ലാഹ്, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാനെ, നല്ലതാണോ മോശമാണോ? ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ? ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ? എനിക്കറിയില്ല തമ്പുരാനെ. അല്ലാഹ്, ഇത് നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ. പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ അല്ലാ. ഈ കച്ചവടത്തിലൂടെ ഞാൻ നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ, ഈ കച്ചവടത്തിലൂടെ ഞാൻ നശിച്ചു പോകുമെങ്കിൽ, ഈ വീട് കെട്ടുന്നതിലൂടെ ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെങ്കിൽ തടസ്സങ്ങൾ നൽകി ഇത് തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ നിസ്കരിച്ച് ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ